നമ്മുടെ എല്ലാം വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകും. പണ്ട് നമ്മൾ അല്ലെങ്കിൽ മുൻപ് നമ്മൾ അവഗണിച്ചിരുന്ന ആ ഒരു പ്രധാന നിയമം കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് ഇനി ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീടുകളിൽ എത്തണമെങ്കിൽ മസ്റ്ററിങ് മസ്റ്റാണ്. അതായത് നമ്മളെല്ലാം തന്നെ മസ്റ്ററിങ് ചെയ്തിരിക്കണം. അതായത് ഇന്ത്യനെന്നോ HP എന്നോ ഭാരതെന്നോ വ്യത്യാസമില്ലാതെ ഏത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകളായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഉടമ നേരിട്ട് എത്തിച്ചേർന്ന മസ്റ്ററിങ് പൂർത്തീകരിക്കണം. വിരൽ പതിച്ചുള്ള മസ്റ്ററിംഗ് ആണ് ഇവിടെ നടത്തപ്പെടുന്നത്. സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ തിരികെ വരികയാണ് എന്ന് പോലും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് ചെയ്തവർക്കായിരിക്കും ഒരുപക്ഷെ ആനുകൂല്യം നൽകുകയാണ് എങ്കിലും ലഭിക്കുക. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിൽ മസ്റ്ററിങ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഒരുപക്ഷെ നമ്മളിത് അവഗണിച്ചു കഴിഞ്ഞാൽ നിശ്ചിത തീയതിക്ക് ശേഷം പിന്നീട് നമുക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ബുക്ക് ചെയ്യാൻ പോലും സാധിക്കില്ല. ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. മുൻപ് കേന്ദ്ര സർക്കാർ എല്ലാവരോടും മസ്റ്ററിങ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ഏജൻസി തന്നെ മുൻകൈയെടുത്ത് ഈ നിയമം നടപ്പിലാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉപയോക്താക്കൾ ചിന്തിക്കുകയും പലരും ഈ ഒരു മസ്റ്ററിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ നിയമം കർശനമാക്കിയത്. അതായത് ഇനി ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ മസ്റ്ററിങ് പ്രക്രിയ നിർബന്ധമായിട്ട് ചെയ്യണം. ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒരു വേരിഫിക്കേഷനാണ് ഇവിടെ ചെയ്യേണ്ടത്. ഗുണഭോക്താക്കൾ, അതായത് APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മളുടെ വീട്ടിൽ ഏത് സിലിണ്ടറാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഏജൻസിയിലാണ് നമ്മൾ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏജൻസി പല മേഖലകളിൽ അവധി ദിനങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ആ ക്യാമ്പിൽ എത്തിയോ, അതല്ല എങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ചില കമ്പനികൾ നൽകുന്നുണ്ട്. ആ HP ഒക്കെ ആണെങ്കിൽ അങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തോ മസ്റ്ററിങ് പൂർത്തീകരിക്കണം. മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നത് ബയോമെട്രിക് സംവിധാനം വഴിയാണ്. അപ്പോൾ ആ രീതിയിൽ പൂർത്തീകരിച്ച് വിജയകരമാകുന്നവർക്ക് മാത്രമായിരിക്കും ഇനി റീഫില്ല് ചെയ്യാനൊക്കെ സാധിക്കുക. കേന്ദ്ര സർക്കാർ ഇതിൻ്റെ അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സമയമുണ്ട്, ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് പോയി ചെയ്താൽ മതി. ചില മേഖലകളിൽ ക്യാമ്പുകൾ വെക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഏജൻസികളിൽ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ബുദ്ധിമുട്ട് കൂടി ഇപ്പോൾ അനുഭവിക്കേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ആധാർ കാർഡ് കരുതണം. അതായത് ഉപഭോക്താവിൻ്റെ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് അവരുടെ ആധാർ കാർഡ് ഉണ്ടാവണം. റീഫില്ല് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറുണ്ട്, ആ മൊബൈൽ നമ്പർ കൊണ്ടുപോകണം. ഇതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്കുണ്ട്, ആ ബുക്ക് കൂടി കയ്യിൽ കരുതുകയും വേണം. ഇനി ഫോണിലേക്കൊക്കെ OTP വരുന്ന ഉൾപ്പെടെയുള്ള കുറച്ച് കടമ്പകളുണ്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി വയ്യാടികളുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഉള്ളവരോ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുക. അത് ഏത് പാചകവാതക വിതരണ കമ്പനി ആയിക്കോട്ടെ, നമ്മളുടെ ഉടമസ്ഥാവകാശം ആദ്യം മാറ്റുക. അതിനുശേഷം ഈ KYC പ്രക്രിയ പൂർത്തീകരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് നമ്മളുടെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ, അതായത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന്, കരിഞ്ചന്തയിലേക്കൊന്നും ഇത് പോകുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാക്കുന്നതിന്. ഇനി അതോടൊപ്പം തന്നെ ഈ മസ്റ്ററിങ് ചെയ്തവർക്ക് ഒരു പക്ഷേ സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന്, ഇതിനെല്ലാം വേണ്ടിയാണ് ഈ ഒരു പ്രധാന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യണം. മുൻപ് ഇത് ചെയ്തിട്ടുള്ളവർ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഇതിൻ്റെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏജൻസിയിൽ ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ചെയ്തവരൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റത്തവണ ചെയ്യുന്ന പ്രക്രിയയാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾ, ക്ഷേമപദ്ധതി അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.